ഹലോ കൂട്ടുകാരെ, അത്ഭുതങ്ങൾ നിറഞ്ഞ പക്ഷികളുടെ ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും മനോഹരങ്ങളായ ഒരു കൊച്ചു പക്ഷികളെക്കുറിച്ചാണ്. അതെ, സീഡർ വാക്സ്വിങ്. ഒറ്റ നോട്ടത്തിൽ ശില്പം പോലെ തോന്നിക്കുന്ന ഒരു പക്ഷി. അതെ, ആരോ പണിതു വെച്ച ഒരു സിൽക്ക് ശില്പം പോലെ തോന്നിക്കുന്ന പക്ഷി. പ്രകൃതി സ്നേഹികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട പക്ഷി. സിൽക്ക് പോലെ തിളങ്ങുന്ന ചാരത്തവിട്ട് നിറങ്ങളുള്ള തൂവലുകൾ, തലയിൽ ചെറിയൊരു ക്രസ്റ്റും കണ്ണിന് ചുറ്റുമുള്ള മാസ്കും എല്ലാം ഒരു രാജകീയ പ്രൗഢി ഇവയ്ക്ക് നൽകുന്നു. ഇവയുടെ തൂവലുകൾക്കരികിൽ മെഴുക് ഉരുക്കിയൊഴിച്ച പോലെയുള്ള ഡോട്ടുകൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവരെ സീഡർ വാക്സ്വിങ് എന്ന് വിളിക്കുന്നത്. ഇവരുടെ പ്രജനനകാലം സമ്മർ കാലമായ ജൂൺ ജൂലൈ മാസങ്ങളിലാണ്. ഇതിന് കാരണം ഇവയുടെ പ്രധാന ഭക്ഷണമായ പഴങ്ങളും ബെറികളും വേനലിൻ്റെ അവസാനത്തോടുകൂടിയാണ് നന്നായി പഴുത്ത് പാകമാകുന്നത്. മരങ്ങളുടെ കൊമ്പുകൾക്കിടയിൽ ഇലച്ചാർത്തുകൾക്കിടയിലോ ആണ് ഇവർ സാധാരണ കൂട് കെട്ടാറുള്ളത്. പുല്ലുകൾ, പായൽ, വേരുകൾ ഇവ ഉപയോഗിച്ച് കപ്പ് മാതൃകയിലാണ് ഇവർ കൂട് നിർമ്മിക്കുന്നത്. ആൺപക്ഷിയും പെൺപക്ഷിയും ചേർന്നാണ് കൂടിനാവശ്യമായ സാധനങ്ങൾ ശേഖരിക്കുന്നത്. പെൺപക്ഷിയാണ് കൂടുകൂട്ടുന്ന പണികൾ പൂർത്തിയാക്കുന്നത്. 3 ദിവസം മുതൽ 5 ദിവസം കൊണ്ട് ഇവർ മുട്ട വിരിയിപ്പിച്ചു കഴിയും. സാധാരണയായി 2 മുതൽ 6 വരെ മുട്ടകളാണ് ഇവർ ഇടാറുള്ളത്. ദിവസവും രാവിലെ ഓരോ മുട്ട എന്ന ക്രമത്തിലാണ് ഇവർ ഇടുന്നത്. മുട്ട വിരിയിക്കുന്ന ചുമതല പെൺപക്ഷിക്കാണുള്ളത്. 12 മുതൽ 14 ദിവസം വരെയാണ് അടയിരിക്കുന്ന സമയം. ഈ സമയങ്ങളിൽ ആൺപക്ഷി പെൺപക്ഷികൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കും. ഏതെങ്കിലും ശത്രുക്കൾ അടുത്തേക്ക് വന്നാൽ ആൺപക്ഷി ശബ്ദമുണ്ടാക്കി മുന്നറിയിപ്പ് കൊടുക്കും. മുട്ട വിരിഞ്ഞ് പുറത്തേക്ക് വരുന്ന കുഞ്ഞുങ്ങൾക്ക് കാഴ്ചയോ തൂവലുകളോ ഉണ്ടായിരിക്കില്ല. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ചെറു പ്രാണികളെ ആയിരിക്കും ഇവർ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറ്. പിന്നീട് അവർ കുഞ്ഞുങ്ങൾക്ക് പഴങ്ങളും ബെറികളും കൊടുത്തു തുടങ്ങും. ഏകദേശം 15 ദിവസമാകുമ്പോൾ കുഞ്ഞുങ്ങൾ പറക്കാൻ തുടങ്ങും. പറക്കം മുറ്റിക്കഴിഞ്ഞാൽ അവർ കൂട് വിട്ടിറങ്ങും. ഇവരുടെ ആയുസ്സ് സാധാരണ 5 മുതൽ 8 വയസ്സ് വരെയാണ്. പുളിച്ച് പാകമായ പഴങ്ങൾ കഴിക്കുന്നത് മൂലം ഇവർക്ക് ആരോഗ്യസ്ഥിതിയിൽ മാറ്റമുണ്ടാകുന്നു. പരുന്ത് പോലെയുള്ള പക്ഷികളും ഇവരെ വേട്ടയാടും. പറക്കുന്നതിനിടയിൽ കെട്ടിടങ്ങൾക്കുള്ളിൽ ഇടിച്ചും വാഹനത്തിൽ ചെന്നിടിച്ചും ഇവർക്ക് അപകടം സംഭവിക്കാറുണ്ട്. കൂട്ടുകാരെ, സീഡർ വാക്സ്വിങ്ങിനെ പോലെ ഒരുമയോടെ ഒരു ലക്ഷ്യത്തിലേക്ക് ഒരേ മനസ്സോടെ യാത്ര ചെയ്യുക. ജീവിതത്തിലെ ഓരോ നിമിഷവും സന്തോഷത്തോടെയും ഭംഗിയോടെയും ജീവിക്കുക. പരസ്പരം പിന്തുണച്ചും സ്നേഹിച്ചും മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം സുന്ദരമാകുന്നത്. മറ്റുള്ളവർക്ക് സന്തോഷവും കാഴ്ചയുടെ വിരുന്നും നൽകുന്ന വാക്സ്വിങ് പക്ഷിയെപ്പോലെ നമ്മുടെ ജീവിതയാത്രയും അർത്ഥവത്താകും. ജീവിതം വളരെ ചെറുതാണ്. ഓരോ നിമിഷവും സന്തോഷത്തോടെ ജീവിക്കുക. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്രദവും മനോഹരവുമാക്കി തീർക്കുക. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മൈ
ഹലോ കൂട്ടുകാരെ, അത്ഭുതങ്ങൾ നിറഞ്ഞ പക്ഷികളുടെ ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും മനോഹരങ്ങളായ ഒരു കൊച്ചു പക്ഷികളെക്കുറിച്ചാണ്. അതെ, സീഡർ വാക്സ്വിങ്. ഒറ്റ നോട്ടത്തിൽ ശില്പം പോലെ തോന്നിക്കുന്ന ഒരു പക്ഷി. അതെ, ആരോ പണിതു വെച്ച ഒരു സിൽക്ക് ശില്പം പോലെ തോന്നിക്കുന്ന പക്ഷി. പ്രകൃതി സ്നേഹികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട പക്ഷി. സിൽക്ക് പോലെ തിളങ്ങുന്ന ചാരത്തവിട്ട് നിറങ്ങളുള്ള തൂവലുകൾ, തലയിൽ ചെറിയൊരു ക്രസ്റ്റും കണ്ണിന് ചുറ്റുമുള്ള മാസ്കും എല്ലാം ഒരു രാജകീയ പ്രൗഢി ഇവയ്ക്ക് നൽകുന്നു. ഇവയുടെ തൂവലുകൾക്കരികിൽ മെഴുക് ഉരുക്കിയൊഴിച്ച പോലെയുള്ള ഡോട്ടുകൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവരെ സീഡർ വാക്സ്വിങ് എന്ന് വിളിക്കുന്നത്. ഇവരുടെ പ്രജനനകാലം സമ്മർ കാലമായ ജൂൺ ജൂലൈ മാസങ്ങളിലാണ്. ഇതിന് കാരണം ഇവയുടെ പ്രധാന ഭക്ഷണമായ പഴങ്ങളും ബെറികളും വേനലിൻ്റെ അവസാനത്തോടുകൂടിയാണ് നന്നായി പഴുത്ത് പാകമാകുന്നത്. മരങ്ങളുടെ കൊമ്പുകൾക്കിടയിൽ ഇലച്ചാർത്തുകൾക്കിടയിലോ ആണ് ഇവർ സാധാരണ കൂട് കെട്ടാറുള്ളത്. പുല്ലുകൾ, പായൽ, വേരുകൾ ഇവ ഉപയോഗിച്ച് കപ്പ് മാതൃകയിലാണ് ഇവർ കൂട് നിർമ്മിക്കുന്നത്. ആൺപക്ഷിയും പെൺപക്ഷിയും ചേർന്നാണ് കൂടിനാവശ്യമായ സാധനങ്ങൾ ശേഖരിക്കുന്നത്. പെൺപക്ഷിയാണ് കൂടുകൂട്ടുന്ന പണികൾ പൂർത്തിയാക്കുന്നത്. 3 ദിവസം മുതൽ 5 ദിവസം കൊണ്ട് ഇവർ മുട്ട വിരിയിപ്പിച്ചു കഴിയും. സാധാരണയായി 2 മുതൽ 6 വരെ മുട്ടകളാണ് ഇവർ ഇടാറുള്ളത്. ദിവസവും രാവിലെ ഓരോ മുട്ട എന്ന ക്രമത്തിലാണ് ഇവർ ഇടുന്നത്. മുട്ട വിരിയിക്കുന്ന ചുമതല പെൺപക്ഷിക്കാണുള്ളത്. 12 മുതൽ 14 ദിവസം വരെയാണ് അടയിരിക്കുന്ന സമയം. ഈ സമയങ്ങളിൽ ആൺപക്ഷി പെൺപക്ഷികൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കും. ഏതെങ്കിലും ശത്രുക്കൾ അടുത്തേക്ക് വന്നാൽ ആൺപക്ഷി ശബ്ദമുണ്ടാക്കി മുന്നറിയിപ്പ് കൊടുക്കും. മുട്ട വിരിഞ്ഞ് പുറത്തേക്ക് വരുന്ന കുഞ്ഞുങ്ങൾക്ക് കാഴ്ചയോ തൂവലുകളോ ഉണ്ടായിരിക്കില്ല. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ചെറു പ്രാണികളെ ആയിരിക്കും ഇവർ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറ്. പിന്നീട് അവർ കുഞ്ഞുങ്ങൾക്ക് പഴങ്ങളും ബെറികളും കൊടുത്തു തുടങ്ങും. ഏകദേശം 15 ദിവസമാകുമ്പോൾ കുഞ്ഞുങ്ങൾ പറക്കാൻ തുടങ്ങും. പറക്കം മുറ്റിക്കഴിഞ്ഞാൽ അവർ കൂട് വിട്ടിറങ്ങും. ഇവരുടെ ആയുസ് സാധാരണ 5 മുതൽ 8 വയസ്സ് വരെയാണ്. പുളിച്ച് പാകമായ പഴങ്ങൾ കഴിക്കുന്നത് മൂലം ഇവർക്ക് ആരോഗ്യസ്ഥിതിയിൽ മാറ്റമുണ്ടാകുന്നു. പരുന്ത് പോലെയുള്ള പക്ഷികളും ഇവരെ വേട്ടയാടും. പറക്കുന്നതിനിടയിൽ കെട്ടിടങ്ങൾക്കുള്ളിൽ ഇടിച്ചും വാഹനത്തിൽ ചെന്നിടിച്ചും ഇവർക്ക് അപകടം സംഭവിക്കാറുണ്ട്. കൂട്ടുകാരെ, സീഡർ വാക്സ്വിങ്ങിനെ പോലെ ഒരുമയോടെ ഒരു ലക്ഷ്യത്തിലേക്ക് ഒരേ മനസ്സോടെ യാത്ര ചെയ്യുക. ജീവിതത്തിലെ ഓരോ നിമിഷവും സന്തോഷത്തോടെയും ഭംഗിയോടെയും ജീവിക്കുക. പരസ്പരം പിന്തുണച്ചും സ്നേഹിച്ചും മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം സുന്ദരമാകുന്നത്. മറ്റുള്ളവർക്ക് സന്തോഷവും കാഴ്ചയുടെ വിരുന്നും നൽകുന്ന വാക്സ്വിങ് പക്ഷിയെപ്പോലെ നമ്മുടെ ജീവിതയാത്രയും അർത്ഥവത്താകും. ജീവിതം വളരെ ചെറുതാണ്. ഓരോ നിമിഷവും സന്തോഷത്തോടെ ജീവിക്കുക. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്രദവും മനോഹരവുമാക്കി തീർക്കുക. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മൈ